നമ്മുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്ന, തകർത്ത് കളയുന്ന ഒന്നാണ് ആസക്തി അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ അഡിക്ഷനെ മനസ്സിലാക്കാനും അതിനെ ഓവർകം ചെയ്യാനും സാധിച്ചിട്ടില്ല എങ്കിൽ ഇത് നിങ്ങളെ ജീവിതത്തിൽ എല്ലാ തരത്തിലും പരാജിതനാക്കി മാറ്റും. സോ ഫ്രണ്ട്സ്, നിങ്ങളുടെ അഡിക്ഷൻ പോൺ, മാസ്റ്റർബേഷൻ, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ്സ്, സോഷ്യൽ മീഡിയ, ജങ്ക് ഫുഡ്, ഇത്തരത്തിൽ എന്തുമാകട്ടെ അതിനെ ഓവർകം ചെയ്യാനായി നിങ്ങളെ സഹായിക്കുന്ന എഫക്റ്റീവായ വഴികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഫസ്റ്റ് വൺ, ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. സി അഡിക്ഷൻ ആസ് ആൻ എനിമി, അണ്ടർസ്റ്റാൻഡ് ദ ട്രാപ്പ്. ആസക്തി നിങ്ങളുടെ മൈൻഡിനെ സന്തോഷകരമാണെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇത് നിങ്ങളെ നിയന്ത്രിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. നിങ്ങളത് ആസ്വദിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നു, പക്ഷേ അത് നിങ്ങളെ ഉപയോഗിക്കുന്നു, മറിച്ചല്ല. നിങ്ങളുടെ ശക്തി തിരികെ എടുക്കാൻ തീരുമാനിക്കുക. നിങ്ങൾ നിങ്ങളുടെ ശീലത്തേക്കാൾ ശക്തനാണ്. ട്രൂത്ത്, നിങ്ങളുടെ ആസക്തി നിങ്ങൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളെ ജീവിതകാലം മുഴുവൻ നിയന്ത്രിക്കും. ഐഡൻറ്റിഫൈ യുവർ ട്രിഗേഴ്സ്. ഏതൊക്കെ സാഹചര്യങ്ങളാണ് നിങ്ങളെ കൊതിപ്പിക്കുന്നത്? സമ്മർദ്ദം, വിരസത, ഏകാന്തത അല്ലെങ്കിൽ ദുഃഖം. ഇതിലേതാണ്? ആരാണ് അതിനെ സ്വാധീനിക്കുന്നത്? ചില ആളുകൾ നിങ്ങളുടെ ആസക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? സ്വയം ചോദിക്കുക. നെക്സ്റ്റ്, എപ്പോഴാണിത് സംഭവിക്കുന്നത്? രാത്രിയിൽ, ജോലി കഴിഞ്ഞ് തനിച്ചായിരിക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ നിങ്ങൾ പോൺ വീഡിയോസ് കാണുകയാണെങ്കിൽ യഥാർത്ഥ പ്രശ്നം പോണല്ല, അത് വിരസതയാണ്. സോ നിങ്ങളുടെ പ്രശ്നത്തെ കണ്ടുപിടിക്കുകയും അതിനെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുക. തേർഡ് വൺ, റീപ്ലേസ് ഇറ്റ് വിത്ത് എ ബെറ്റർ ഹാബിറ്റ്. എക്സസൈസ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, റണ്ണിങ് ഓർ പുഷപ്സ്, ഇതെല്ലാം ചെയ്യുന്നത് നാച്ചുറൽ ഡോപ്പാമിൻ റിലീസ് ചെയ്യാനായി സഹായിക്കും. സെക്കൻഡ്, ക്രിയേറ്റീവ് വർക്ക്, റൈറ്റിംഗ്, പെയിൻറ്റിംഗ്, പ്ലേയിങ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നിവ നിങ്ങളുടെ മനസ്സിനെ തിരക്കുള്ളതാക്കി മാറ്റുന്നു. നെക്സ്റ്റ്, കോൾഡ് ഷവേഴ്സ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തെ ഞെട്ടിക്കുന്നു, പ്രേരണ കുറയ്ക്കുന്നു, അച്ചടക്കം മെച്ചപ്പെടുത്തുന്നു. നെക്സ്റ്റ്, റീഡിംഗ് ആൻഡ് ലേണിംഗ്, നിങ്ങളുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും നിങ്ങളുടെ വളർച്ച നിലനിർത്തുകയും ചെയ്യുന്നു. ട്രൂത്ത്, നിങ്ങളൊരു ആസക്തി ഉപേക്ഷിക്കുന്നില്ല, നിങ്ങൾ അതിനെ മെച്ചപ്പെട്ട എന്തെങ്കിലും ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുക. ഫോർത്ത് വൺ, ഡിലേ ദ അർജ്, ദ 5 മിനിറ്റ് റൂൾ. നിങ്ങൾക്ക് ആഗ്രഹം തോന്നുമ്പോൾ 5 മിനിറ്റ് കാത്തിരിക്കുക. സെക്കൻഡ് വൺ, വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യുക. നടക്കുക, പുഷപ്പുകൾ ചെയ്യുക, വെള്ളം കുടിക്കുക. തേർഡ് വൺ, നിങ്ങളുടെ ആഗ്രഹം മങ്ങിപ്പോകും. നിങ്ങൾ വഴങ്ങിയില്ലെങ്കിൽ ആസക്തിയുടെ മൂർധന്യവും കുറയും. വൈ? നിങ്ങളുടെ ബ്രെയിൻ ഹാബിറ്റ് ലൂപ്പുകളിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ലൂപ്പിനെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ് ദുർബലമാകുന്നു. ഫിഫ്ത്ത് വൺ, ഡീറ്റോക്സ് ആൻഡ് ചേഞ്ച് യുവർ എൻവയറമെൻറ്റ്. ഫസ്റ്റ്, എല്ലാ ട്രിഗറുകളും നീക്കം ചെയ്യുക. ആപ്പുകൾ ഇല്ലാതാക്കുക, വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുക, പ്രലോഭനങ്ങൾ ഉപേക്ഷിക്കുക. സെക്കൻഡ്, മോശം സ്വാധീനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. നിങ്ങളെ പിന്നോട്ട് വലിച്ചിടുന്ന ആളുകളെ ഒഴിവാക്കുക. തേർഡ്, ഒരു പുതിയ ദിനചര്യ സൃഷ്ടിക്കുക. നിങ്ങളുടെ ദൈനംദിന ശീലങ്ങൾ മാറ്റുക. അങ്ങനെ ആസക്തിക്ക് സ്ഥാനമില്ലാതാക്കുക. ട്രൂത്ത്, ആക്സസ് ചെയ്യാൻ എളുപ്പമാണെങ്കിൽ നിങ്ങൾ വീണ്ടും മാറിയേക്കാം. മേക്ക് ഇറ്റ് ഡിഫിക്കൾട്ട്. സിക്സ്ത് വൺ, റിവയർ യുവർ ബ്രെയിൻ. 30 ഡേ റിസെറ്റ്. ആദ്യത്തെ 3 ദിവസം ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടും. സ്വയം തള്ളുക. ഫസ്റ്റ് വീക്ക് നിങ്ങളുടെ ബ്രെയിൻ തിരിച്ചടിക്കുന്നു. ശക്തമായി തുടരുക. രണ്ടാമത്തെ ആഴ്ച ആസക്തി കുറയുന്നു. നിങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം അനുഭവപ്പെടും. ഫോർത്ത് വീക്ക് നിങ്ങളുടെ മസ്തിഷ്കം റിവയർ ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങൾ സ്വയം യഥാർത്ഥ ശക്തി നേടുന്നു. വൈ? നിങ്ങളുടെ ബ്രെയിൻ റീപ്രോഗ്രാം ചെയ്യാനായി 21 to 30 ഡേയ്സ് എടുക്കും. നിങ്ങൾ ചെറുത്തു നിൽക്കുന്ന ഓരോ ദിവസവും നിങ്ങൾ ശക്തരാകും. സെവൻത്ത് വൺ, ഫോക്കസ് ഓൺ ലോങ് ടേം ബെനിഫിറ്റ്സ്. ഫസ്റ്റ്, മോർ കോൺഫിഡൻസ്. ആസക്തി നിങ്ങളെ ദുർബലനാക്കുന്നു, ഉപേക്ഷിക്കുന്നത് നിങ്ങളെ ശക്തനാക്കുന്നു. സെക്കൻഡ്, ബെറ്റർ ഫോക്കസ് ആൻഡ് എനർജി. നിങ്ങൾ കൂടുതൽ വ്യക്തമായി ചിന്തിക്കുകയും കൂടുതൽ നേട്ടങ്ങൾ നേടുകയും ചെയ്യും. തേർഡ്, മോർ സെൽഫ് കൺട്രോൾ. നിങ്ങളുടെ സ്വന്തം മനസ്സിൻ്റെ യജമാനനെ പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഫോർത്ത്, സ്ട്രോങ്ങർ വിൽ പവർ. നിങ്ങൾക്കൊരു അഡിക്ഷൻ ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തും കീഴടക്കാൻ കഴിയും. ട്രൂത്ത്, ഹ്രസ്വകാല ആനന്ദം ദീർഘകാല സന്തോഷത്തെ നശിപ്പിക്കുന്നു. വിവേകത്തോടെ തിരഞ്ഞെടുക്കുക. എയ്ത്ത് വൺ, ഗെറ്റ് അക്കൗണ്ടബിലിറ്റി ആൻഡ് സപ്പോർട്ട്. ആവശ്യമെങ്കിൽ വിശ്വസ്തനായൊരു സുഹൃത്തിനോട് പറയുക. അവർക്ക് നിങ്ങളുടെ പുരോഗതി പരിശോധിക്കാനാകും.
സെക്കൻഡ്, ഒരു കമ്മ്യൂണിറ്റിയിൽ ചേരുക. അഡിക്ഷൻ ഉപേക്ഷിക്കുന്നതിന് ഓൺലൈൻ ഗ്രൂപ്പുകളോ ഫോറംസോ കണ്ടെത്തുക. തേർഡ്, യൂസ് എ ജേർണൽ ഓർ ആപ്പ്. ഓരോ ദിവസവും നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനായി ജേർണലോ ആപ്പോ ഉപയോഗിക്കുക. വൈ? നിങ്ങളത് ട്രാക്ക് ചെയ്യുമ്പോൾ നിങ്ങളത് നിയന്ത്രിക്കുന്നു. നയൻത് വൺ, എക്സ്പെക്റ്റ് ആൻഡ് ഹാൻഡിൽ റിലാപ്സസ് ഇഫ് ദേ ഹാപ്പൻ. സ്വയം കുറ്റപ്പെടുത്തരുത്, വിമർശിക്കരുത്. ഒരു പരാജയം നിങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് അർത്ഥമാക്കുന്നില്ല. സെക്കൻഡ്, അതിൽ നിന്ന് പഠിക്കുക. എന്താണ് ഇതിന് കാരണമായത്? അടുത്ത തവണ അത് എങ്ങനെ ഒഴിവാക്കാം? ഇത്തരത്തിൽ ചിന്തിക്കുക. തേർഡ്, ഉടൻ തന്നെ ട്രാക്കിലേക്ക് മടങ്ങുക. കുറ്റബോധത്തിൻ്റെ ചക്രത്തിൽ വീഴരുത്. ട്രൂത്ത്, യഥാർത്ഥ പരാജയം ഉപേക്ഷിക്കലാണ്, ഒരിക്കൽ വഴുതി വീഴുന്നതല്ല. 10th പോയിന്റ്, ബിക്കം എ ന്യൂ പേഴ്സൺ. ഡോണ്ട് ജസ്റ്റ് ക്വിറ്റ്, ഇവോൾവ്. അഡിക്ഷൻസ് ഒന്നും തന്നെ ആവശ്യമില്ലാത്ത നിങ്ങളുടെ പുതിയ പതിപ്പായി മാറുക. സെക്കൻഡ്, സ്വതന്ത്രനായ ഒരാളായി സ്വയം ചിന്തിക്കുക. ശക്തനും അച്ചടക്കമുള്ളവനുമായി നിങ്ങൾ എത്രയധികം തിരിച്ചറിയുന്നുവോ അത്രയും എളുപ്പമാകും. തേർഡ് വൺ, വളരുക. നിങ്ങളെ തടയാൻ കഴിയാത്ത ശീലങ്ങൾ കെട്ടിപ്പടുക്കുക. സോ ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ ആസക്തിയേക്കാൾ ശക്തനാണ്. നിങ്ങൾക്ക് ആസക്തി ആവശ്യമില്ല, അതിന് നിങ്ങളെയാണ് വേണ്ടത്. എന്നാൽ നിങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും നിയന്ത്രണം ഏറ്റെടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം ആസക്തിക്ക് അതിൻ്റെ ശക്തി നഷ്ടപ്പെടുന്നു.